എല്ലാ ആഴ്ചയും പുറത്തിറങ്ങുന്ന ഒരു സാധാരണ തമിഴ് പടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മഹാരാജ എന്ന സിനിമയ്ക്ക് കയറിയത്. പക്ഷേ ദിസ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മൂവി ഓഫ് ദിസ് ഇയർ സോ ഫാർ. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ കിടിലനായിട്ടുള്ളൊരു കിടിലൻ റിവെഞ്ച് ത്രില്ലർ. ഒരു സാധാരണ സിനിമയായി പോകേണ്ട ഒരു സാധനമാണ്, പക്ഷേ നോൺ ലിനിയാരിറ്റി വെച്ച് ഈ സിനിമയിൽ പിടിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. യൂഷ്വലായിട്ട് ലിനിയർ ആയിട്ടാണ് ഇതിൻ്റെ കഥ ഒരുപക്ഷെ പറയുന്നതെങ്കിൽ ഈ ഒരു എഫക്റ്റ് കിട്ടില്ല. നോൺ ലിനിയാരിറ്റീനെ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമ. ആൻഡ് വളരെ സോൾഡ് ആയിട്ടൊരു സ്ക്രീൻ പ്ലേ. ആ സ്ക്രീൻ പ്ലേ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ എൻഗേജ് ചെയ്ത് സിനിമ കൊണ്ടുപോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ സിനിമയിൽ വരുന്ന ഒരു ഫ്രെയിം പോലും അനാവശ്യമായിട്ടില്ല, ഒരു ഡയലോഗ് പോലും അനാവശ്യമായിട്ടില്ല. ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് വരുമ്പോൾ അതിങ്ങനെ റിവീൽ ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. കുറേ സർപ്രൈസ് ഇങ്ങനെ പൊട്ടിക്കുന്നതും കുറേ ട്വിസ്റ്റുകൾ നമുക്ക് മുമ്പിൽ വാരി വെതറി എറിയുന്നതും. ലെവൽ എന്ന് പറഞ്ഞാൽ ഈവൻ ക്ലൈമാക്സ് വരെ ആ സിനിമ കൊണ്ടുപോയി വെക്കുന്ന ഒരു ഹൈ മൊമെൻറ്റ് എപ്പോഴും കിടിലാണ്. ഈ ഒരു നോൺ ലീനിയാരിറ്റി വെച്ച് മാത്രമല്ല, ഓരോ സീനിലും അതിന് ടെൻഷൻ ക്രിയേറ്റിംഗ് മൊമെന്റ്സ് ഉണ്ട്. ഒരു സാധാരണ സെലൂൺ കടയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അയാളുടെ കുപ്പത്തൊട്ടി കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും കൊണ്ട് പോയിട്ട് അത് എവിടെ പോയി അവസാനിക്കുമെന്ന് കാണിക്കുന്ന ആ ഒരു എൻഡ് പോയിന്റ് വരെയുള്ള ആ ഒരു ജേണി ഉണ്ടല്ലോ ഈ സിനിമയുടെ, ഇറ്റ് വാസ് ഗ്രേറ്റ് എന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് സ്റ്റോറി ടെല്ലിങ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സ്ക്രീൻ പ്ലേ. സ്റ്റേജിങ് ഒക്കെ വേറെ ലെവലാണ്. ഒരേ സാധനം 2-3 വട്ടം കാണിക്കുമ്പോഴും ഇത് ഓരോ വട്ടം ഇങ്ങനെ റിവീൽ ചെയ്യുന്ന കുറേ സാധനങ്ങൾ, ഇങ്ങനെ സർപ്രൈസ് ഇങ്ങനെ പൊട്ടിക്കുന്ന പോലെ. നമ്മൾ കണ്ട ഷോട്ടിന് അപ്പുറത്ത് വേറെ സാധനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കുറേ സ്ഥലത്ത് ഒരു 5-6 കൊല്ലം എടുത്തിട്ട് ഇതിലൊരു 10-40 ഡ്രാഫ്റ്റൊക്കെ എടുത്തിട്ട് എഴുതിയൊരു സാധനമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. അതൊക്കെ അങ്ങനെ ആണെങ്കിൽ അതൊക്കെ തന്നെ ഇതിൽ വർക്കായിട്ടുണ്ട്. ഈ പണിയെടുത്തതിനുള്ള വില നമ്മൾ കാണുമെന്ന് പറയില്ല, ആ സാധനം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ സ്ക്രീൻ പ്ലേ ഇത്ര കിടിലനായതുകൊണ്ട് ഇതിൽ ബാക്കി എന്ത് ചെയ്താലും കിടിലനാവും. പക്ഷെ അതിനെ ഈ സിനിമ കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ പെർഫോമൻസ് കൊണ്ടാണ്. പ്രത്യേകിച്ച് വിജയ് സേതുപതിയുടെ, അനുരാഗ് കശ്യപിൻ്റെ ഒക്കെ. അനുരാഗ് കശ്യപിൻ്റെ എനിക്ക് ചില സമയത്തൊക്കെ ഈ ലിപ്സിംഗ് ഒന്നും കറക്റ്റായി വരാത്ത പോലെ ആളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എൻ പോർഷനിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഉള്ള ആ ഇമോഷണൽ കണക്ഷൻ അതൊക്കെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ആൻഡ് വിജയ് സേതുപതി, ദാറ്റ് മാൻ ഡിസേർവ്സ് ദിസ് മൂവി. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഒരു നല്ല പടം മൂപ്പരുടെ കണ്ടിട്ടില്ല. 50ാമത്തെ പടമാണ്. ആൻഡ് ദിസ് വാസ് എക്സെപ്ഷണൽ. ആക്ടിങ് അറ്റ് ദ പീക്ക് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മാർക്ക് ചെയ്ത് വെക്കുന്നൊരു സിനിമ കൂടിയായിരിക്കും ഇത്. മൂപ്പര് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യേണ്ട സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ സ്റ്റേബിളായിട്ട് ഒരേ മൊമെൻറ്റത്തിൽ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നിന്നാൽ മാത്രം മതി, അവിടെ ഇവിടെ നിന്ന് ആൾട്ടർ ചെയ്യാതെ. അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിൽ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഹൈ എൻഡ് ആക്ഷൻ എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു മാസ് മസാല മൂവിയാണെന്ന്. അങ്ങനെ നല്ല സിനിമ. ഇതൊരു ആക്ഷൻ സീക്വൻസുകളുണ്ട്, വയലൻ്റാണ് സിനിമ. അത് വേണ്ട സമയത്ത് മാത്രമേ ഉള്ളൂ. ആകെ ഐ തിങ്ക് ഇൻ്റർവൽ ബ്ലോക്കിലൊരു സാധനമുണ്ട്, കിഡിലും ഫൈറ്റാണ്. ആ ഫൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അതത്ര റോ ആയിട്ട് കാണിക്കുന്നുണ്ടോ, അത്ര വയലൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടോ, എൻ്റയർ മൂവിയുടെ ആ ഒരു ഷെയ്ഡിന് തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ സിനിമയ്ക്ക് കയറരുത്. ഇതൊരു ആക്ഷൻ മൂവി അല്ല, ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിവെഞ്ച് മൂവിയാണ്. ചിലവർക്കൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ തോന്നിയേക്കാം. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് ആ ഒരു ഈവൺ അങ്ങനെ കൊണ്ടാണ് സ്റ്റേജ് ചെയ്ത് വെക്കുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു ഒഴുക്കുണ്ടല്ലോ, അതുവരെയുള്ള ആ ഒരു സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ അതാണ് എനിക്ക് എടുത്തു പറയേണ്ടതെല്ലാം. ബാക്കി എല്ലാം പോട്ടെ, ഇതിന് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണെങ്കിലും ഐ ലവ് ദി സ്ക്രീൻ പ്ലേ, ലവ് ദി ഡയറക്ഷൻ, ലവ് ദി സ്റ്റേജിങ്, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കണ്ടതിൽ വെച്ച്, അല്ലെങ്കിൽ ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് തമിഴ് മൂവി. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. സോ തമിഴിൽ വളരെ മോശം സിനിമകളാണ് ഈ അടുത്തെല്ലാം പുറത്തിറങ്ങിയത്. അതിൽ നിന്നൊക്കെ ഉള്ള ഒരു നല്ല റിവൈവിലാണ് സിനിമ. ആൻഡ് ഇത് ഈ സിനിമ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട സിനിമയൊന്നുമില്ല, വലിയ മറ്റതാണ് മറിച്ചതാണ് എന്നൊന്നും പറഞ്ഞ് ഇറക്കാത്തൊരു സിനിമയാണ്. ഈവൻ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഗരുഡനടക്കം സൂര്യയുടെ ആ ഒരു റിസപ്ഷൻ കൊണ്ട് ആ സിനിമയ്ക്ക് ഭയങ്കര ഫസ്റ്റ് ടേക്ക് തിയേറ്ററിൽ ഫുള്ളായിട്ടാണ് കണ്ടത്. ഈ സിനിമയ്ക്ക് ഒന്നും മനുഷ്യമില്ല, കാരണം കഴിഞ്ഞ വിജയ് സേതുപതി പടങ്ങളിലൊക്കെ അവസ്ഥ കാരണം. പക്ഷെ അങ്ങനത്തെ ഒരു പടമല്ല ഇത്. ദിസ് ഈസ് ഗ്രേറ്റ്. തീർച്ചയായിട്ടും കണ്ടുപോകാം, എങ്ങനെ പോലും ഇഷ്ടപ്പെടും. ഐ ലവ് ദിസ് മൂവി. സോ ഓൾറെഡി ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾ